അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്നെ ജനലിൽ കൂടെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തീരെ ഇഷ്ടപ്പെടുന്നില്ല ആളെ നോട്ടം. ഹായ് ഗൈസ്, അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നല്ല അടിപൊളി വെയിലായിരുന്നു എന്ന്. പിന്നെ മാത്രമല്ല പൂക്കളും ഇതൊക്കെ കണ്ടപ്പോൾ ഫുൾ മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് നടക്കാൻ പോയാലെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ പിന്നെ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ പിന്നെ ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഇവിടെ എപ്പോഴും ഇതേപോലെ സൺലൈറ്റ് ഉണ്ടാവില്ലേ, വല്ലപ്പോഴൊക്കെ കിട്ടിയാൽ കിട്ടി അങ്ങനെ. പിന്നെ മാത്രമല്ല ഈ ചെറി ബ്ലോസവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല എനർജറ്റിക്കായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു ലാങ്കാസ്റ്റർ കാസലുണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ളൊരു പ്ലാനും കൂടി ആയിരുന്നു. നമുക്ക് ആ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയല്ലേ, ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് ഈ സൺലൈറ്റ് വരുമ്പോൾ. അത് UK ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അത്. പിന്നെ ഇന്ന് സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് കുറേ പരിപാടികളും കാര്യങ്ങളും, പിന്നെ എല്ലാവരും ഇന്ന് ഫുൾ ആക്റ്റീവായിരിക്കും. അങ്ങനത്തെ ഒരു ഡേ ആണ്. പിന്നെ ഇത് ഡാൾട്ടൺ സ്ക്വയർ, ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഇത് ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ. ഇവിടെ ആൾക്കാർ റെസ്റ്റ് ചെയ്യാനും പിന്നെ ഈ സമ്മർ ടൈമിൽ വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ ആ പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സമ്മർ ആയിക്കഴിഞ്ഞാൽ ഫുൾ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് UK ഏത് ഭാഗത്ത് പോയാലും. ഇത് പിന്നെ ഇത് ഡാൾട്ടൺ സ്ക്വയറിലുള്ള സ്റ്റാച്യൂവും കാര്യങ്ങളും. ഇന്ന് മൺഡേ ആയ കാരണം ഭയങ്കര തിരക്കാണ് റോഡൊക്കെ. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നടന്നു പോകുന്നതാണ്. ഇന്ന് ജോലിക്ക് പോണവരും വരുന്നവരും ഒക്കെ ആയിട്ട് ഫുള്ള് റോഡ് ഭയങ്കര റഷായിരിക്കും. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ലാങ്കാസ്റ്റർ സ്ട്രീറ്റിലോട്ടാണ്, മീൻസ് മാർക്കറ്റ് ഏരിയ. ഇവിടെ ഈ നമ്മുടെ എല്ലാ ഷോപ്പുകളും ഈ JD പിന്നെ അങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു ഏരിയ. ഇവിടെ നിന്നാണ് പൊതുവേ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാറ്, ഇങ്ങനത്തെ ഷൂസും പിന്നെ കുറേ ജ്വല്ലറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ. ഈ കാണുന്നത് ലാങ്കാസ്റ്ററിലെ സിറ്റി സെൻറ്റർ മ്യൂസിയം. ഇവിടെ 2000 വർഷം പഴക്കമുള്ള കല്ലറകളും പിന്നെ പഴയ കോയിൻസൊക്കെ ഇവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇവർ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും ഇവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗൈസ് ഹലോ, അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ലാങ്കാസ്റ്റർ കാസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ലാങ്കാസ്റ്റർ UK ഒരു അടിപൊളി സിറ്റിയാണ്. അപ്പോൾ ഇന്ന് ലാങ്കാസ്റ്റർ കാസൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, ജസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് വരാം നമുക്ക്. ഞാൻ ലാങ്കാസ്റ്ററിൽ കുറേ ആയി, പക്ഷെ ഇതുവരെ ഞാൻ ലാങ്കാസ്റ്റർ കാസൽ ശരിക്കും കണ്ടിട്ടൊന്നുമില്ല. ഗൈസ്, ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ലാങ്കാസ്റ്റർ കാസലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഏകദേശം ഒരു 1000 വർഷത്തെ പഴക്കമുണ്ട് ഈ കാസലിന്. ഗൈസ്, ഒരു കാലത്ത് വിചാരണക്ക് കൊണ്ടുവരുന്ന കുറ്റവാളികളും പിന്നെ കുതിരപ്പടകളും നിറഞ്ഞു നിന്നൊരു മുറ്റാണിത്. ഇവിടെയുള്ള ഓരോ ചുമരുകൾക്കും ഒരു ചോരയുടെ കഥ പറയാനുണ്ടാവുമായിരിക്കും. കുറേ കുറ്റവാളികളും കുറേ പാവം പിടിച്ച നിരപരാധികളും മരണപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ചില കെട്ടിടങ്ങൾ കോടതി മുറികളും പിന്നുള്ളത് ചിലത് ജയിലുകളുമാണ്. അത് മാത്രമല്ല ലാങ്കാസ്റ്റർ
പെൻഡിൽ വിച്ച് ക്രാഫ്റ്റ് നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവർ ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ. അപ്പോൾ അവർ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയപ്പോൾ അവരെ ഈ കോർട്ടിൽ വെച്ചിട്ടാണ് തൂക്കിക്കൊന്നത്. ഒരു വഴിയുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. അതും ഇവിടുത്തെ പ്രശ്നങ്ങൾ തന്നെ വെച്ചിട്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നും. പക്ഷെ അന്നത്തെ കാലത്ത് ലാങ്കാസ്റ്റർ എന്ന് പറഞ്ഞ ഈ സിറ്റി തന്നെ അറിയപ്പെട്ടിരുന്നത് ഹാങ്ങിങ് ടൗൺ എന്നായിരുന്നു. കാരണം കുറേ പേരെ ഇവിടെ തൂക്കിലേറ്റിട്ടായിരുന്നു കൊന്നിരുന്നത്. ഇത് ഈ കാസലിൻ്റെ സെൻട്രൽ കോർട്ട്യാർഡ്. ഇവിടെയാണ് പോലീസ് ഓഫീസേഴ്സിൻ്റെയും പിന്നെ വക്കീൽമാരുടെ ഒക്കെ ഓഫീസ് ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ തന്നെ ജനലിൽ കൂടെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തീരെ ഇഷ്ടപ്പെടുന്നില്ല ആളെ നോട്ടം. കണ്ട ആ വിൻഡോയുടെ അവിടെ കൂടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഡാർക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ സംഭവിക്കുക ഇവിടെ? ഇതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, അന്ന് കാലത്ത് ഇതെങ്ങനെ നിർമ്മിച്ചതെന്ന് പോലും നമ്മൾ അതിശയപ്പെട്ടു പോകും. അത്രയും വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് കടന്നാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു എക്സിറ്റ് ഇതിലില്ല. ആകെ ഒരൊറ്റ വേ മാത്രമുള്ള അകത്തോട്ട്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആ കാണുന്നതാണ് വില്യംസൺ പാർക്ക്. അതും ഇതേപോലെ കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും പോവുക ഇങ്ങോട്ട്. ഓക്കെ, സമ്മറായപ്പോൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ഫുള്ള് പൂക്കളുടെ സമയമാണ്. പൂക്കൾ വരവായി. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ തന്നെ അറിയാം. നല്ലൊരു ക്ലൈമറ്റാണ്. പോസിറ്റീവാണ് ഭയങ്കരമായിട്ട്. സമ്മർ ടൈം എന്ന് പറഞ്ഞാൽ അന്യായ പോസിറ്റീവ് ടൈമാണ്. വിൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ പൊന്നെ, ചെറി ബ്ലോസമും കാര്യങ്ങളൊക്കെ നമ്മൾ ബാംഗ്ലൂരിൻ്റെ മറ്റേ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഏരിയയാണ് കാണാൻ പറ്റും. കുറേ വിൻഡ് മില്ലും പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഞാൻ എനിക്ക് 5x കാണിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ സംഭവം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നിങ്ങൾ ലാങ്കാസ്റ്ററിന്റെ ഫുൾ ഏരിയ നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ലാങ്കാസ്റ്റർ കാസൽ. 2011 വരെ ഈ പ്രിസൺ ആക്റ്റീവായിരുന്നു. പിന്നെയും ലാങ്കാസ്റ്ററിനെ കുറിച്ച് അറിയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു പണ്ട് ഇവർ ഈ വിച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും ചില സ്ഥലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിനെ കുറിച്ചിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് ഇനി ഞാൻ വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ.